വളരെ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കണം എന്നുള്ളത്. അതിനൊരു അവസരം അന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വലുതായി വരുന്തോറും കുട്ടികളുടെ പെർഫോമൻസും പിന്നെ അതിലുപരി ടീച്ചറും കുട്ടികളും തമ്മിലുള്ള അമ്പലത്തിലൊക്കെ കണ്ടിട്ട് ആണ് ടീച്ചറുടെ അടുത്തേക്ക് തന്നെ വന്നത്. വളരെ നന്നായിട്ട് പഠിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജീവിതത്തിൽ ഒരിക്കലും തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് മോഹിനിയാട്ടം പഠിക്കുമെന്നുള്ളതും ഒരു സ്റ്റേജിൽ കയറാൻ സാധിക്കുമെന്നുള്ളതും. കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, പക്ഷേ അങ്ങനെ ക്ലാസ്സിൽ ചേർന്നു. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻസ് ആയിട്ടുണ്ട്. എൻ്റെയും വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കുന്നത്. കുട്ടിക്കാലത്ത് പഠിച്ചെങ്കിലും അത് മുഴുവനാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം മകളുടെ ശിക്ഷണത്തിൽ ഇങ്ങനെ പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തൊരു മോഹന ചന്ദ്രിക ഭൂവിരിൽ എന്തൊരു ബന്ധുര ഭാവമഹോ എന്തൊരു മോഹന ചന്ദ്രിക ഭൂവിരിൽ എന്തൊരു ബന്ധുര. ക്ലാസ് നന്നായി കൈകാര്യം ചെയ്യാൻ രേഷ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പം എന്ത് പെർഫോം ചെയ്യുന്നു, എത്ര നന്നായിട്ട് ചെയ്യുന്നോ അതിനെല്ലാ ക്രെഡിറ്റും ഞങ്ങളുടെ ഗുരുവിനാണ്, ടീച്ചർക്കാണ്. മോഹിനിയാട്ടം എന്ന കല എന്താണെന്ന് സ്റ്റേജിൽ കണ്ട ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വെളിച്ചത്തിലാണ് മോഹിനിയാട്ടം പഠിക്കണമെന്നൊരാഗ്രഹം തോന്നിയത്. കൂടെ നല്ല കുറേ കൂട്ടുകാരെ കിട്ടി. അതിലേറെ ഉപരി നല്ലൊരു ടീച്ചറല്ല നമ്മുടെ മകളെപ്പോലുള്ളൊരു കുട്ടി തന്നെയാണ് കിട്ടിയത്. ചെറുതാവുമ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഈ കല തുടരാൻ എനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. ഒരു കലാമണ്ഡലം ടീച്ചറെ പരിചയപ്പെട്ട് മകളെ പഠിപ്പിച്ചിരുന്നപ്പോഴും അന്നത്തെ കാലം എന്ന് പറയുന്നത് കുട്ടികളെ മാത്രം പഠിപ്പിക്കുകയും രക്ഷിതാക്കളത് നോക്കിയിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലാണ് ഞങ്ങൾ പോയിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ഒന്നുകൂടി ഈ കലാരംഗത്ത് ഒരുപാട് അമ്മമാരും കുറച്ച് പ്രായമുള്ളവരും ആയി ഞങ്ങളെപ്പോലുള്ളവർ വരുന്നുണ്ട്, ജോലിക്കാരായാലും മറ്റുള്ളവരും. വന്ന സമയത്തെക്കാട്ടിലും ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായി കളിക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നന്നായി ചെയ്യാൻ പറ്റട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനൊക്കെ പറ്റില്ല, നടക്കില്ല, എനിക്ക് വയ്യ എന്നൊക്കെ ഞാൻ ഒരുപാട് വട്ടം ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട്. പറ്റും, പവിത്രയ്ക്ക് പറ്റും, പറ്റാഞ്ഞിട്ടല്ല ശ്രമിക്കാഞ്ഞിട്ടാണ്, ശ്രമിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കണതും ഏപ്രിൽ 6-ാം തീയതി ഞാൻ ഗുരുവായൂർ ഇറങ്ങിയേറാൻ പോകുന്നതും. അതിനുള്ള എല്ലാ നന്ദിയും ടീച്ചറോടും ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലൊരു നല്ല കൂട്ടത്തിലൊപ്പം കളിക്കാൻ പറ്റിയതിൽ ഒരുപാട് എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, സന്തോഷമുണ്ട്. എന്താ പറയുക, ഒരു സ്വപ്നമാണ്, ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് നടക്കാൻ പോകുന്നത്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് ആപ്റ്റായൊരു ടീച്ചറുടെ അടുത്ത് തന്നെ വന്നു എന്നുള്ളതിലൊരു സന്തോഷം. അതുപോലെ തന്നെ ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കളിക്കാൻ പോകുന്നു എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ല ഭംഗിയായി നടക്കുമെന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു.